ഞാനിപ്പോൾ ഉള്ളത് വലിയൊരു മലയുടെ മുകളിലാണ്. ഒരുപാട് ദൂരം കാനപാതയായിട്ട് കല്ലും മുള്ളും മലയും താണ്ടി എത്തിയിട്ടുള്ളത് ഒരു അയ്യപ്പന്റെ അമ്പലത്തിലേക്കാണ്. ഇത്രയും മനോഹരമായ പ്രകൃതി ഭംഗിയോട് കൂടിയുള്ള ഒരു അയ്യപ്പന്റെ അമ്പലം കാസർഗോഡ് ജില്ലയിൽ വേറെ ഇല്ല എന്ന് വേണം പറയാം. കാസർഗോഡ് ജില്ലയിലെ നാടും നാട്ടുമ്പുറവും വിശേഷവും ഇതുപോലത്തെ മനോഹരമായ സ്ഥലങ്ങൾ അറിയണമെന്നില്ലവരുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ നമ്മൾ അക്കൗണ്ട് ഒന്ന് ഫോളോ ചെയ്ത് വെച്ചോട്ടാ. ഏകദേശം 1964 മുതലാണ് ഈ ഒരു മലയുടെ മുകളിൽ അയ്യപ്പന്റെ സാന്നിധ്യം കണ്ടെത്തിയതിനെ തുടർന്ന് പ്രതിഷ്ഠയായിട്ട് പൂജിക്കാൻ തുടങ്ങിയത്. എടുത്തു പറയേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ് അവിടത്തേക്ക് പോകുന്ന വഴിയും അതേപോലെ തന്നെ അവിടെ എത്തിയിട്ടുള്ള ഒരു ആംബിയൻസും. അയ്യപ്പന്റെ അമ്പലം എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മളെ മനസ്സിൽ ആദ്യം ഓടി വരുന്നത് സാക്ഷാൽ ശബരിമലയാണല്ലേ. ശബരിമലയിലേക്ക് പോകുന്ന രീതിയായിട്ട് ഒരിക്കലും സാമ്യപ്പെടുത്താൻ പറ്റൂലെങ്കിലും ഇതുപോലെ ഒരുപാട് ദൂരം മലയുടെ മുകളിലേക്ക് കല്ലും മുള്ളും മലയും താണ്ടി എത്തുമ്പോൾ കിട്ടുന്ന ഒരു ഫീൽ ഉണ്ടല്ലോ, അത് വേറെ തന്നെയാണ്. ഈ ഒരു അമ്പലത്തിൽ പോകാൻ വേണ്ടിയിട്ട് 2 വഴികളുണ്ട്. ഒന്ന് നമ്മൾ പോയ സാധാരണ വഴിയും കൂടാതെ കുറച്ചും കൂടി കഠിനമായിട്ട് നടന്നു പോകേണ്ട മറ്റൊരു വഴിയും. അയ്യപ്പന്മാരെല്ലാം പ്രധാന പൂജയിലെ സമയങ്ങളിൽ ആ ഒരു വഴിയിലെ കൂടിയാണ് വരാറ് എന്നിട്ട് അറിഞ്ഞത്. മറ്റൊരു കാര്യം പറയാനുള്ളത്, ഈ ഒരു അമ്പലത്തിൽ പ്രതിഷ്ഠിച്ചു വരുന്ന അയ്യപ്പന്റെ വിഗ്രഹം ദാരുശില്പമാണ്. വളരെ അപൂർവമായിട്ടാണ് ദാരുശില്പം പ്രതിഷ്ഠിക്കുന്ന അയ്യപ്പൻ അമ്പലങ്ങളുള്ളത്. അമ്പലത്തിനെ കുറിച്ച് പറയാനാണെങ്കിൽ ഇനിയും ഒരുപാട് കാര്യങ്ങളുണ്ട്. ഡീറ്റെയിൽഡ് വീഡിയോ വേണമെന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ചെയ്യണം. നമ്മൾ എന്തായാലും യൂട്യൂബിൽ ഒരു ഫുൾ വീഡിയോ ആയിട്ട് പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അമ്പലത്തിന്റെ കൃത്യമായ ലൊക്കേഷനും ഡീറ്റെയിൽസും കാര്യങ്ങളും വേണ്ടവർ ഫോളോ ചെയ്തിട്ട് ലൊക്കേഷൻ കമന്റ്